കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ 18കാരൻ തൂങ്ങി മരിച്ചു. ഇന്നലെ ആണ് ഈ സംഭവം ഉണ്ടായത്. കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിലെടുത്ത അമ്പലവയൽ നെല്ലാറച്ചാലിലെ സ്വദേശി ഗോകുൽ എന്ന 18 വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ഉടുത്തിരുന്ന മുണ്ട് കഴുത്തിൽ കെട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പോലീസ് സെല്ലിനകത്താണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ 18 വയസ്സുകാരനെ ഒരു പെൺകുട്ടിയായിട്ടുള്ള അടുപ്പവും പിന്നീട് ഒരാഴ്ചത്തിന് അവരെ കണ്ടില്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ മൈനറായ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് കാണാതെ പോയി. അത് വീട്ടുകാർ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് ഒരാഴ്ചത്തെ ശ്രമഫലമായി ഈ പെൺകുട്ടിയെ, ഈ ഗോകുൽ എന്ന 18 വയസ്സുകാരനെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ അവർ മൈനറായതുകൊണ്ട് ഷെൽട്ടറിലോട്ട് അയച്ചു. മാതാപിതാക്കളെ ഏൽപ്പിച്ചില്ല. അവർ അവിടുത്തെ ഷെൽട്ടർ ഹൗസിലേക്ക് കൊച്ചിനെ മാറ്റി. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു ഇന്നലെ. പക്ഷേ ഇന്നലെ അയാൾ ശുചിമുറിയിൽ പോകണം എന്ന് പറഞ്ഞ് സെല്ലിനകത്തുള്ള ശുചിമുറിയിൽ പോയി. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചു. അപ്പം പോലീസിന് സംശയമായി. പോലീസ് പെട്ടെന്ന് പോയി നോക്കിയപ്പം അവൻ ഉടുത്തിരുന്ന മുണ്ടിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അവരെ അഴിച്ചു. അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ ഈ കുട്ടി മരിച്ചു. ഒരു ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനാണ്, 18 വയസ്സേ ഉള്ളൂ. ആ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും മുങ്ങി. ഒരാഴ്ച കൊണ്ട് കോഴിക്കോട് എവിടെയോ പോയി താമസമായിരുന്നു. കൽപ്പറ്റ പോലീസ് മൈനറായ കുട്ടിയാണ്, അതുകൊണ്ട് അവർ കാര്യമായ അന്വേഷണം നടത്തി ഇവനെ ലൊക്കേറ്റ് ചെയ്തു. കുട്ടിയെ രക്ഷപ്പെടുത്തി. കുട്ടിയെ പോലീസിൻ്റെ ആവശ്യപ്രകാരം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവനെ പോലീസ് സ്റ്റേഷനിൽ അവിടെ സൂക്ഷിച്ചു. ഇവനെ കോടതിയിൽ ഹാജരാക്കണം. 18 വയസ്സുണ്ട്. മൈനറായ കുട്ടിയുടെ കൊടുത്ത ആവശ്യത്തിന് പോക്സോ കേസിലോട്ട് വരും. ഈ പയ്യന് ഇതേപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. ട്രൈബ് ബോയ് ആണ്. പോലീസിൻ്റെ കസ്റ്റഡി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന് പയ്യന് മനസ്സിലായത്. ജാമ്യം പോലും കിട്ടില്ല, പോക്സോ കേസാണ്. അത് മുഴുവൻ മനസ്സിലായി. അത് പേടിച്ചുകൊണ്ടായിരിക്കണം ഇവനെ ശുചിമുറി കയറി തൂങ്ങിയത്. എന്തായാലും കൽപ്പറ്റ പോലീസ് ഈ കുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ശ്രമകരമായ ഒരു ജോലി ചെയ്തു. പക്ഷേ പയ്യനെ കിട്ടുകയും ചെയ്തു. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പയ്യനെ സൂയിസൈഡ് ചെയ്തത് തീർച്ചയായിട്ടും പോലീസിന് ഒരു പ്ലോയായി. അതൊരു കസ്റ്റഡി ഡെത്തായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം, ഇൻക്വസ്റ്റ് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ആ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ RDOയോ തഹസീൽദാരോ വന്ന് അതിനൊരു ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. അതിനുശേഷം കസ്റ്റഡി ഡെത്ത് എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. പക്ഷേ ശുചിമുറി വിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലീസോ അവരാരും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു വർക്കാണ് അവർ ചെയ്തത്. കുട്ടിയെ ട്രേസ് ചെയ്തു, പ്രതിയെയും അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. പക്ഷേ അവനെ ഇങ്ങനെ ഒരു കുരുത്തക്കേട് കാണിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അറസ്റ്റ് ചെയ്ത SHOയും അതിൻ്റെ കൂടെ പോയ പോലീസുകാരെല്ലാം വിഷമവൃത്തത്തിലാണ്. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും നമുക്കറിയാം. ചിലത് കസ്റ്റഡി ഡെത്തിലേക്ക് പോയിട്ടുണ്ട്. അത് അവര് ആ ആളെ മർദ്ദിച്ചിട്ടുണ്ടാവാം, ചെറിയ മർദ്ദനം കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും പല പോലീസ് സ്റ്റേഷനിൽ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ജുഡീഷ്യൽ എൻക്വയറി ബേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിക്കുന്ന കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇയാൾ ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചുകൊണ്ടായില്ല. പക്ഷെ സംഭവിച്ചു പോയി. അയാളുടെ മുണ്ടിൽ തന്നെയാണ് തൂങ്ങിയത്. അവർ പെട്ടെന്ന് അത് അഴിച്ചിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷെ വില പോയില്ല. പകരം അതൊരു ഡെത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇതുപോലെ എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത് നെയ്യാറ്റിൻകരയിലെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു സംഭവം ഉണ്ടായി. ആ പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലെ ഒരു പയ്യൻ മോഷണ കേസിൽ പിടിച്ചു. പക്ഷേ അവൻ്റെ അടുത്ത്
ഒരു മൊബൈൽ ഫോണിൻ്റെ വലിയ ഷോപ്പിൽ നിന്ന് കുറേ അധികം മൊബൈൽ മോഷണം പോയി. പക്ഷെ അതിനടുത്തുള്ള ഒരു പയ്യൻ തന്നെ അത് മോഷണം നടത്തിയിട്ട് അത് ആറ്റിങ്ങിലും പരിസരത്ത് കൊണ്ടുപോയി ഹോൾസെയിൽ കണക്കാക്കി അത് മുഴുവൻ വിറ്റു. കുറേ അധികം മൊബൈൽ ഫോൺ അവിടുന്ന് മോഷ്ടിച്ചിട്ട് ആറ്റിങ്ങിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അവരത് വിറ്റ് പോയി. അവർ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് അത് എടുത്ത് വിറ്റു. പക്ഷേ അതിലൊരെണ്ണം അതിൻ്റെ നമ്പർ പോലീസ് ലൊക്കേറ്റ് ചെയ്ത് ആ സംഭവത്തിന് ശേഷം അതിൻ്റെ IMA നമ്പരാണ് അത് പോലീസ് ലൊക്കേറ്റ് ചെയ്ത് ആളെ പിടിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നെയ്യാറ്റിൻകരയുള്ള ഒരു പോലീസ് അവിടെ അന്വേഷിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പയ്യനാണ് ഇത് ചെയ്തത്. എന്തായാലും ആളെ ട്രാക്ക് ചെയ്ത് ഇയാളിലേക്ക് അന്വേഷണം വന്നപ്പോൾ ഇയാൾ അവിടെ നിന്ന് മാറി. ഇയാൾ പറഞ്ഞു, എന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആ പയ്യനെ പിടിക്കുന്ന സമയത്ത് എന്തോ വായിൽ അയാൾ ഇട്ടിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷൻ സെല്ലിനകത്തുകൊണ്ട് ഇതുപോലെ തന്നെ അയാൾ വിഷമടിച്ച് മരിച്ചു. അതാണ് അത് 8-10 വർഷം മുമ്പ് ഉണ്ടായ സമയത്ത് പറയാൻ കാരണം, ആ പയ്യന്റെ ജ്യേഷ്ഠന് നീതി ലഭിച്ചില്ല. തൻ്റെ അനിയനെ പോലീസുകാർ കൊന്നതാണ്. വിഷമടിച്ച് മരിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം നടന്നു, പിന്നെ ക്രൈംബ്രാഞ്ച് വന്നു, പിന്നെ CBI വന്നു. പക്ഷേ വിഷമടിച്ച് മരിച്ചെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ ജ്യേഷ്ഠൻ തനിക്ക് സഹോദരന് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അയാൾ കുറേ വർഷങ്ങളായിട്ട് ഒരു ശവപ്പെട്ടിയിൽ അയാൾ കയറി സത്യാഗ്രഹം കിടന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. കേരളം മുഴുവൻ അത് അറിഞ്ഞു. ആ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ശവപ്പെട്ടി കൊണ്ടുവന്നിട്ടിട്ട് അതേ കയറി തൻ്റെ സഹോദരന് നീതി കിട്ടിയിട്ടില്ല, തങ്ങൾക്ക് നീതി കിട്ടില്ല, അവനെ കൊന്നതാണ് പോലീസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ കിടന്നിട്ട് കോവിഡ് സമയത്തൊക്കെ അയാൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ അയാളെ അവിടുന്ന് ആ പെട്ടിയെല്ലാം പോലീസ് എടുപ്പിച്ച് പോയി. എങ്കിലും ഇപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് തന്നെ ആ പയ്യനുണ്ട്. അയാൾക്ക് ഇത് വിട്ടൊരു ജീവിതമില്ല, അതുകൊണ്ട് നീതി കിട്ടുന്നിടം വരെ സമരം നടത്തും എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് അവിടെ ഇന്നുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു ജ്യേഷ്ഠനും അയാൾ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്ത് നീതിക്ക് വേണ്ടി ശവപ്പെട്ടി കിടന്ന കാഴ്ച അത് വളരെ പുതുമയുള്ളൊരു കാഴ്ചയായിട്ട് നമുക്കൊന്ന് എത്രയോ വർഷം സെക്രട്ടറിയുടെ മുമ്പിൽ കിടന്നു. അതുപോലെ തന്നെ കസ്റ്റഡി എടുത്ത് ഫോർട്ടിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കസ്റ്റഡി എടുത്ത് ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായി. അത് CBI അന്വേഷണം വന്നു. അതൊക്കെ പിന്നെ കസ്റ്റഡി ഡെത്താണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കേസുകൾ മുന്നോട്ട് പോയത്. അതേസമയത്ത് പോലീസ് സ്റ്റേഷനിലെ ഇപ്പം താനൂർ പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഒരു കസ്റ്റഡി ഡെത്ത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വന്നു. പക്ഷേ ആ മരിച്ചയാളെ പിടിച്ചപ്പം ഡ്രഗ്സുമായിട്ട് അവർ 10-11 പേരെ പിടിച്ചപ്പം ഇയാളുടെ കയ്യിലിരുന്ന ഡ്രഗ്സ് അയാൾ കഴിച്ചു. ചെറിയ ഡ്രഗ്സിൻ്റെ 2 പൊതി. അത് വയറ്റിൽ ചെന്നതിന് ശേഷം ഇയാൾ അൺകോൺഷ്യസ് ആയിട്ട് അവിടെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ മരിച്ചു. നമ്മൾ ഈ അടുത്ത കാലത്ത് MDMA പിടിക്കുന്ന പലരും അത് വിഴുങ്ങുന്നതായിട്ട് കണ്ടു പോലീസ് വരുമ്പോൾ. അങ്ങനെ കോഴിക്കോട് തന്നെ 2 സംഭവം ഉണ്ടായി. അതിൽ ഒരാൾ 5-ാം ദിവസം 6-ാം ദിവസവും അയാൾ മരിക്കുകയുണ്ടായി. അപ്പം MDMA വലിയ ക്വാണ്ടിറ്റി ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾ മരണപ്പെടുന്ന കാഴ്ചയാണ് 3-4-5 കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ പറയാൻ കാരണം പോലീസ് കസ്റ്റഡി എടുക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഹൈലി റിസ്ക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. കാരണം കസ്റ്റഡി എടുക്കുന്നവർ പലരും MDMA കഴിക്കുന്നവരാണ്. അവരത് വിഴുങ്ങും, അവർ മരിക്കും. 6-7 ദിവസത്തിനുള്ളിൽ നിൽക്കില്ല എന്ന് വിദഗ്ധരായ പല ഡോക്ടേഴ്സും പറയുന്നുണ്ട്. അത് പോലീസിൻ്റെ തലയിൽ തന്നെ അത് വന്ന് ചാടുകയും ചെയ്യും. അതൊക്കെ വിധിയെന്നേ പറയാനൊക്കുള്ളൂ. അതിനകത്ത് ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ CBI വരും, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് വരും. അത് അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ കേസിലെ പ്രതിസ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പോലീസിന് അതിൽ റിസ്ക്കാണ്. ഇപ്പോൾ തന്നെ ഈ പയ്യൻ്റെ തന്നെ ആക്ച്വലി അത് അയാൾ ശുചിമുറി തൂങ്ങിയതാണ്. അതിനകത്ത് പോലീസുകാരെ കുറ്റപ്പെടുത്താനൊക്കെ. പക്ഷേ ലാപ്സസ് പോലീസിൻ്റെ ചില വീഴ്ചകൾ ഉണ്ടായതുകൊണ്ടാണ് എന്ന് അവരുടെ ഒരു ഫൈൻഡിങ്ങിൽ ആ എൻക്വയറിയിലോ ജുഡീഷ്യൽ എൻക്വയറിയിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെയോ CBI എൻക്വയറിയിലോ വരും. അതെല്ലാവർക്കും വളരെയധികം ദൂഷ്യം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് വേറൊരു പ്രതിവിധിയില്ല. ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് എത്ര ശ്രമിച്ചാലും ശരി ചില വീഴ്ചകളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാം. അതൊരു മരണത്തിലേക്ക് ഇവരെ പോകുന്നത് കാണാം. ഇവിടെ തന്നെ ആ പയ്യന് ശ്രദ്ധ അവരല്പം മാറിയിട്ടുണ്ട്. ശുചിമുറി കയറി കഴിഞ്ഞ് എന്ത് ചെയ്യാനൊക്കെ അവിടെ കൂടെ പോലീസുകാർ നിൽക്കാൻ സാധ്യത വളരെ കുറവ്. അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ശുചിമുറി ആയിരിക്കണം. എന്തായാലും ആ പയ്യൻ തൂങ്ങി താമസിച്ചു എന്ന് തോന്നിയപ്പോഴാണ് അവർ പോയി നോക്കിയപ്പം ഇയാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ അവർ അഴിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ നോക്കി. ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരിച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം
റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ കാലത്ത് കൂടുതലാണ്. കാരണം ഡ്രഗ്സുമായിട്ട് വളരെയധികം ആൾക്കാരെ പോലീസ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് അതീവ ജാഗ്രതയോട് വേണം ഇവർ അവിടെ നിരീക്ഷിക്കാനും. ഞങ്ങളൊക്കെ ഉള്ളപ്പം അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ ഉറക്കൊഴിച്ച് ഏതെങ്കിലും 1-2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവന്റെ അടുത്ത് തന്നെ നിർത്തി. അതെങ്ങനെയാ അതിനകത്തുനിന്നൊരു ഷെഡിനകത്തായാലും ശരി ഒരു സുരക്ഷിതത്വം പോലീസിന് അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ജാഗ്രതയോടെ വേണം കസ്റ്റഡി കിടക്കുന്നവരെ അടുത്ത്. ഉറങ്ങാതെ ആള് സെന്ററി മാത്രം പോരാ, അല്ലാതെ ആളെ ഇടാനും കൂടെ പഠിക്കേ പറ്റുള്ളൂ.